ഹലോ പ്രഭ മാം, വെൽക്കം ടു VMC മലയാളമ്മ. പ്രഭ മാം എപ്പോഴാണ് ഈ മെഡിറ്റേഷനെ കുറിച്ചിട്ട് അറിഞ്ഞത്, VMCയിൽ എത്തിയത്? അതിനുശേഷം പ്രഭ മാമിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ? 3 വർഷമായി. ജൂൺ 13-ാം തീയതി വന്ന 3 വർഷം കഴിയും. ഓക്കെ. ആദ്യം ബുദ്ധ ഭഗവാന് നമസ്കാരം, ബദ്രജിക്ക് നമസ്കാരം, ഗുരു സീമാജിക്ക് നമസ്കാരം. ഒരു ശ്വാസമാണ്. എന്റെ ഗുരു സീമാജിയാണ്. എല്ലാ ദിവ്യാത്മസ്വരൂപർക്കും നന്ദി, നമസ്കാരം. ഓക്കെ മാ. ഞാൻ 3 വർഷമായി കംപ്ലീറ്റ്. ജൂൺ 13-ാം തീയതി വന്ന 3 വർഷം. ഓ, അപ്പൊ 3 വർഷമായിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ധ്യാനം ചെയ്യാണ്. ധ്യാനം ചെയ്യും. അപ്പൊ ഈ ധ്യാനത്തിലൂടെ പ്രഭ ചേച്ചിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? ആദ്യം സീമാജിയുടെ വീഡിയോ കാണുമ്പോ മെഡിറ്റേഷനിൽ വന്ന ഉള്ളിലുള്ള സ്വഭാവങ്ങൾ മാറ്റാൻ പറയും. അതാണ് ഞാൻ ആദ്യം മാറ്റിയത്. ഉള്ളിന്റെ ഉള്ളിലുള്ള സ്വഭാവങ്ങൾ, എന്റെ സ്വഭാവം ഞാൻ മാറ്റി. എങ്ങനെ ഏതൊക്കെ സ്വഭാവത്തിൽ? ദേഷ്യം, ആർക്കും അനുസരണയില്ല, കുടുംബത്തോട് ഞാൻ ഒത്തൊരുമയില്ല, ഇതൊക്കെയാണ് എന്റെ സ്വഭാവം. ചണ്ട കൂടായിരുന്നോ? എല്ലാവരോടും ചണ്ട കൂടും, അയലകത്തുള്ളവരോടും എല്ലാവരോടും. പക്ഷെ ധ്യാനത്തിൽ വന്ന് സീമാജിയുടെ വീഡിയോവും സീമാജി പറയുന്ന എല്ലാ ഇതും ഞാൻ കേട്ട് ആദ്യം എന്റെ സ്വഭാവത്തിനെ ഞാൻ മാറ്റി. അതെ, സ്വഭാവത്തിന് മാറിയത് എങ്ങനെയാണ് മാഡത്തിന് മനസ്സിലായത്? എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നുള്ളത് അത് ഞാൻ ഒவ்வொரு ദിവസം മെഡിറ്റേഷൻ ഇരുന്നിരുന്ന് വരുമ്പോ എന്നെ ഞാനേ ഉണരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് തെറ്റ്. ആരോടും നമ്മൾ ഇങ്ങനെ ചണ്ടിക്കൊന്നും പോവാൻ പാടില്ല. നമ്മൾ ആരെയും തിരുത്താൻ പറ്റില്ല. നമ്മൾ തന്നെ സ്വയം തിരുത്തണം എന്ന് പറഞ്ഞ് ഞാൻ നമ്മളാണ് മാറേണ്ടത്, മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ല. നമ്മൾ മാറണം. അപ്പൊ ഞാൻ എന്റെ സ്വഭാവം മാറ്റാൻ ആദ്യം തുടങ്ങി. അപ്പൊ ചേച്ചിയുടെ സ്വഭാവം മാറിയപ്പോ മറ്റുള്ളവരിൽ മാറ്റം വന്നോ? അവരെ മാറ്റം ആരും വന്നിട്ടില്ല. എന്നാലും ഞാൻ മാറിയത് കൊണ്ട് അവരെല്ലാം കുറച്ച് അനുസരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ മാറിയപ്പോ നമുക്ക് അനുകൂലമാവാൻ തുടങ്ങി അല്ലെ? അവരൊക്കെ അതേപോലെ തന്നെ ഉണ്ടെങ്കിലും എനിക്ക് വേണ്ടി അവരും കുറച്ചെല്ലാം മാറാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ അത് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയൂ. ചണ്ട എവിടേക്കാ കൂടിയിരുന്നത്? ഞാൻ എന്റെ വീട്ടിൽ പോയി ആരെങ്കിലും 1 പറഞ്ഞാൽ ഞാൻ 9 പറയും. അപ്പൊ അവിടെ എല്ലാരും ഒന്ന് ചേരും, ഞാൻ മാത്രം വേറെയാവും, ഒറ്റയ്ക്കാവും. ദേഷ്യം വന്നോണ്ട് ഞാന് എല്ലാരും വിട്ടിട്ട് ഞാൻ അപ്പൊ തന്നെ പുറപ്പെട്ട് ഞാൻ പാട്ടിൽ ഇറങ്ങിപ്പോരും. പിന്നെ കുറച്ചു നാളായ ആരും അവിടേക്കും പോവില്ല. ഇപ്പൊ അതുമാതിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും ഞാൻ അതിന് നിക്കുന്നില്ല. ഇതാണ് വരാൻ പോടെ, നമ്മള് ഒതുങ്ങി നിക്കണം അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ സ്വഭാവത്തിനെ മാറ്റി മിണ്ടാതെ അതിന് സാധിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾ സാധിക്കുന്ന വെച്ച ഈ മെഡിറ്റേഷൻ അപ്പൊ ഞാൻ ദിവ്യാത്മ സ്വരൂപരാണ് പറഞ്ഞിട്ട് എന്നെ ഞാൻ നോക്കിയിരിക്കും. അതായത് ഉള്ളിൽ അത് അവയർവോട് കൂടി ഇരിക്കും. ഞാൻ ദിവ്യാത്മ സ്വരൂപമാണ്. എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഇങ്ങനെ ഒരു ടെൻഷൻസ്, ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടാവും. സോ ഞാനായിട്ട് അതിനൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഞാൻ പഠിച്ചു. അപ്പൊ ഇപ്പൊ കുടുംബങ്ങളിൽ എവിടെ പോയാലും ഒരു ചണ്ടയില്ല. ഇപ്പൊ എവിടെ ഞാൻ ആരോടും ചണ്ടയില്ല. എല്ലാരും എന്നെ വാവാ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ അവള് വന്ന ഒരു പ്രശ്നവും ഇല്ലാന്ന് അവര് ധൈര്യമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ ആരോടും ഒന്നിനും പോവാറില്ല. ഓ, വെരി ഗുഡ് മാ. അപ്പൊ എത്ര സമയം ധ്യാനം ചെയ്യും? ഞാൻ കാലത്ത് 3 മണിക്കൂർ ആദ്യം ചെയ്തു, രാത്രിയും ചെയ്തു. സീമാജിയുടെ ആ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ കുറച്ചു നാളായിട്ട് അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് സമയം കിട്ടുമ്പോ ഒക്കെ ഞാൻ ധ്യാനം ചെയ്യും. കാലത്തും ചെയ്യും, രാത്രിയും ചെയ്യും, പിന്നെ ഇടയ്ക്കിടയ്ക്ക്. ഓ, വെരി ഗുഡ് മാ. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി 100% ഉണ്ട് എനിക്ക്. ഓക്കെ. പിന്നെ ചേച്ചി എപ്പോഴാണ് നോൺ വെജിറ്റേറിയൻ ഒക്കെ നിർത്തിയേ? എനിക്ക് പൊതുവെ ഞാൻ നോൺ വെജ് ആദ്യം തൊട്ടേ കഴിക്കില്ല. എന്നാലും ഇടയ്ക്ക് കുറച്ചു നാൾ മുമ്പ് ഈ കൊറോണ കുറച്ച് സമയത്ത് മുട്ടയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ഒരു നാട്ടുകോഴി അത് 2 ടൈം കഴിച്ചു. പിന്നെ ഞാൻ മെഡിറ്റേഷൻ വന്ന ശേഷം ഇതുമേ വേണ്ട പറഞ്ഞു, അതോടെ വിട്ടു. അപ്പൊ എന്റെ വീട്ടിലുള്ളവർ പറഞ്ഞു കൊറോണ അവന് മുട്ട കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം സീമാജിയുടെ വീഡിയോയില് ആ ഉള്ളിലെ മുട്ടയുടെ ഉള്ളിലും ഒരു കരു ഉണ്ട്, ആ ജീവനെ കൊല്ലരുത് എന്നുള്ളത് സീമാജിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടു. അത് കഴിച്ചിട്ട് ഇനി നമ്മുടെ അസുഖങ്ങള് മാറണ്ട അങ്ങനെ ഞാന് മുട്ട പോലെ. അതായത് കൊറോണ വന്ന സമയത്ത് മുട്ട കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ മുട്ട കഴിച്ചിട്ട് എന്തായാലും എന്റെ രോഗങ്ങൾ മാറണ്ട, അങ്ങനെ പോലും പാപം ചെയ്യണ്ടെന്ന് തിരിച്ചറിവോട് കൂടി നിർത്തി. പവിത്രമായി തിരിച്ചറിവ് കിട്ടിയ ശേഷം ഇപ്പൊ ഞാൻ മുട്ട പോലെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റുന്നത്. ഓക്കെ. അപ്പൊ മക്കളൊക്കെ വരുമ്പോ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം എല്ലാവർക്കും ഞാൻ വന്ന് ഇത്രയും നോൺ വെജ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. ഞാൻ കഴിക്കില്ല, നമുക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് ആദ്യം അമ്മ ഇങ്ങനെ പെട്ടെന്ന് വിട്ടാൽ ഞങ്ങൾക്ക് അത് ചെയ്തു തരാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇല്ല കണ്ണ ഇനി അമ്മ അത് തൊടില്ല. മെഡിറ്റേഷനിൽ അമ്മ വന്നു കഴിഞ്ഞു, ഇനി ഞാൻ അത് തൊടില്ല പറഞ്ഞപ്പോ ആദ്യം അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവർ അതേ മനസ്സുകൊണ്ടാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വരുന്നത്. നമ്മുടെ അടുത്ത് പോയ പ്യൂർ വെജാണ് അമ്മ, അതുകൊണ്ട് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അവർക്ക് എല്ലാം നല്ല ഇഷ്ടമായി. അതിന്ന് ഞങ്ങൾ അനുഭവിച്ചു. ഇന്ന് സുഭാഷിയുടെ പിറന്നാൾ ഇവിടെ കഴിച്ചു. എത്ര നല്ല ടേസ്റ്റി ആയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കി, കേസരി ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങ് കറി. സൂപ്പർ ചേച്ചി, ഫാന്റാസ്റ്റിക് ടേസ്റ്റ്. ഓക്കെ, താങ്ക് യു മാ. ഇനി എന്തൊക്കെ മാറ്റങ്ങളാ ചേച്ചിയിൽ ഉണ്ടായത്? എന്റെ വീട്ടിലെ എന്റെ ഫാമിലി ആയിട്ട് എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ കുറച്ചെല്ലാം മാറി മാറി മകളും ഭർത്താവും എല്ലാരും ഇപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരിപ്പോ എന്റെ അടുത്ത് സംസാരിക്കാനും അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ എനിക്കൊരു നല്ല സന്തോഷമുണ്ട്. മെഡിറ്റേഷനിൽ കൂടി വന്ന ശേഷമാണ്. ഇല്ലെങ്കിൽ എന്റെ ലൈഫ് വേറെ മാതിരി ആയിട്ടുണ്ടാവും. ഈ വയസ്സിൽ എന്നെ ആ മെഡിറ്റേഷൻ സീമാജിയുടെ BMC മലയാളം തന്നെ എന്നെ കാപ്പാത്തിയത്. അത് 100% സത്യം തന്നെ. അതെ ചേച്ചി, എന്ത് കാര്യത്തിനും ചേച്ചിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമായ അത് ചേച്ചി എന്നോട് ചോദിക്കുമായിരുന്നു. അതിങ്ങനെയാണെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം ചേച്ചി ഇത് ആചരിക്കുമായിരുന്നു. ആചരിക്കാൻ ചേച്ചിയിലുള്ള ശ്രദ്ധ കൊണ്ടല്ല ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പൊ ആചരണയാണ് മുഖ്യം. എത്ര കേട്ടാലും ആചരിക്കാത്തവർക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടില്ല ചേച്ചി. സീമാജി പറയുമ്പോ ആദ്യം എനിക്കും സീമാജിയുടെ അടുത്ത് നിറയെ ചീത്ത കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണ്. എന്തുകൊണ്ടാണ് അവരത് പറയണെന്നുള്ളത് അത് ഞാൻ നല്ലോണം അത് ഏറ്റെടുത്തു. അതുകൊണ്ട് ഇന്നല്ല ഇനി എപ്പോഴും വരെ ഞാൻ ആ സീമാജിയുടെ ഇതില് അത് എനിക്ക് പറയാൻ അറിയില്ല. അത്രയും എനിക്ക് സന്തോഷമായ ലൈഫായപ്പോ എനിക്ക്. ചീത്ത കേൾക്കുമ്പോഴൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ എന്നോട്? സീമാജിയുടെ ദേഷ്യം എനിക്ക് തോന്നിയില്ല. അത് നമുക്ക് പറഞ്ഞു തരാൻ ദൈവം ഒരാളെ ഇപ്പൊ നമുക്ക് ഈ BMC മൂല്യമായിട്ട് അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോ ദൈവത്തിനോടൊന്ന് ചോദിക്കും, അപ്പൊ അവര് വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കില്ല. അപ്പൊ എനിക്ക് കടശി ഇപ്പൊ കാണിച്ച് BMC സീമാജിയാണ്. ചേച്ചി സംതൃപ്തി അനുഭവിക്കുന്നുണ്ട്, ചേച്ചി ഹാപ്പിയാണ്. അപ്പൊ ഈ മാർഗം ശരിയായിരുന്നു എന്ന് ചേച്ചിക്ക് തോന്നുന്നില്ലേ? ഇപ്പൊ 100% യെസ്. അപ്പൊ ഇനി ധ്യാനത്തെ എപ്പോഴും തുടരും. എല്ലാവരും ധ്യാനം ചെയ്യണം. എല്ലാരും ദിവ്യാത്മസ്വരൂപരാണ്. ആരും വന്ന ഉടനെ നമുക്ക് എല്ലാം കിട്ടണേന്ന് അങ്ങനെ വിചാരിക്കരുത്. ധ്യാനം ചെയ്യാണ് നമ്മൾ ഉണർന്ന്, അപ്പൊ നമുക്ക് എല്ലാം കിട്ടും. അത് നമ്മള് ചോദിക്കേണ്ട കാര്യമില്ല, നമ്മൾ കിട്ടിയിട്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കത് അനുഭവം ഞാൻ അനുഭവിക്കേണ്ടത്. ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് കിട്ടിയിരിക്കും. ഇപ്പൊ എനിക്ക് കിട്ടി. ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ധ്യാനം ഒരിക്കലും മുടങ്ങിയിട്ടില്ല. എത്ര വയ്യാമയായാലും ഞാൻ കടന്നിട്ടെങ്കിലും ആ ധ്യാനം ചെയ്യും. എന്റെ അമ്മയും എനിക്ക് നോക്കാനുള്ള ഒരു ഭയങ്കര സന്തോഷം എനിക്ക് ധ്യാനത്തിൽ വന്നിട്ട് എനിക്ക് എന്റെ അമ്മ കിട്ടിയ. എന്റെ അമ്മയും ധ്യാനം ചെയ്യുന്നുണ്ട്. അവരും ഇപ്പൊ നല്ല ഹാപ്പി ആയിരിക്കുന്നുണ്ട്, ഞാനും ഹാപ്പി ആയിരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്നും എന്റെ ഈ മൂച്ചുള്ളവരെ ഞാൻ ധ്യാനം ചെയ്തിട്ടേ ഇരിക്കും. അതേപോലെ എല്ലാവരും ചെയ്യണം. ധ്യാനത്തിൽ വന്ന ഉടനെ നമുക്ക് അത് കിട്ടണേ ഇതിനെ കിട്ടണേ എന്നും നമ്മൾ വിചാരിച്ച് വന്ന ഉടനെ അത് വിട്ടു പോവാൻ പാടില്ല. അത് മനസ്സുകൊണ്ട് നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മൾ ഒവ്വൊരു ദിവസം അരമണിക്കൂർ 1 മണിക്കൂർ എപ്പോ കിട്ടണോ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഇത് നമുക്ക് നല്ലോണം അറിയുന്നുണ്ട്. അത് മനഃപൂർവ്വമായി ഞാൻ അനുഭവിക്കേണ്ടത്. അതെ, എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞിട്ടല്ല ധ്യാനം ചെയ്യേണ്ടത്. ധ്യാനത്തിനായി ധ്യാനം ചെയ്യുമ്പോ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടേണ്ടത് വഴിയായിട്ട് വന്നിരിക്കും. അത് ഒരാരോഗ്യം മാത്രമല്ല, ആനന്ദം മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കിട്ടുക അത് മാത്രമല്ല, ആധ്യാത്മിക അഭിവൃദ്ധി. ഇനി അവർണ്ണനീയമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരുപാട് ലാഭങ്ങൾ, നിധിക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുക. ഞാൻ ഈ ധ്യാനത്തിന് വരുന്ന മുമ്പില് ഹോസ്പിറ്റലിൽ ഞാൻ ചെലവ് ചെയ്തതിന് അർത്ഥമേ ഇല്ല. അത്ര പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി. എവിടെ പോയാലും 2000, 3000, 5000 ഇത് തന്നെ. പ്രഷർ എനിക്ക് നല്ല ഹൈ പ്രഷറാണ്. ഈ ധ്യാനത്തിൽ വന്ന ശേഷം എനിക്കിപ്പോ പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, നോർമലായിട്ട്. ഇപ്പൊ കൂടെ ടെസ്റ്റ് ചെയ്തപ്പോ നോർമലാന്ന് പറഞ്ഞു. എന്നാലും ഒരു ടാബ്ലറ്റ് അത് വെറുതെ കഴിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് കഴിക്കണ്ട. അല്ലാതെ എനിക്ക് വയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മെഡിറ്റേഷൻ ഇരിക്കും. ഇന്ന് ഞാൻ ദിവ്യ ആത്മസ്വരൂപരാണ്, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യതയാണ് അങ്ങനെ പറയും. കുറച്ചു കഴിഞ്ഞാൽ അതങ്ങനെ എന്റെ കാര്യം ഞാൻ നോക്കിപ്പോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, അതായത് നമ്മൾ എന്താണോ നമുക്ക് ആരോഗ്യം വേണം. അപ്പൊ ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് നമ്മളുടെ ആ ഒരു ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് മെഡിറ്റേഷനിൽ അത് ഫാസ്റ്റ് ആയിട്ട് ആ പരിപൂർണത്തിൽ ലഭിച്ചോ?
ആ സമ്പൂർണ്ണ ആരോഗ്യവതി പറയുന്നത് ശരിയാണ്. അത് പറയുമ്പോ അത് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ പോയി എല്ലാ വൈബ്രേഷൻ ആവുന്നുണ്ട്. നമുക്ക് എവിടെ അസുഖം ഉണ്ടെങ്കിലും ഞാൻ അത് പറയും, ഐ ലവ് യു പറയും, അതിനെ ഞാന് സ്നേഹിക്കും. ഇപ്പൊ എന്തോ ഒരു പല്ലുവേദനയോ തലവേദനയോ ഇല്ല മേൽ വന്നാലും ഞാൻ അവരെ സ്നേഹിക്കുന്ന മാതിരി പറയും, അതേമാതിരി താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. പിന്നെ എല്ലാവർക്കും നന്ദി പറയും. ചെറിയ കുട്ടി ഒരു ചെറിയ കാര്യം പറഞ്ഞാലും ആദ്യം നമ്മൾ അതിങ്ങനെ പറയില്ല, മിണ്ടാതെ പോകും. ഇപ്പൊ ചെറിയ കുട്ടി മുതൽക്കൊണ്ട് എത്ര വലിയ വയസ്സായാലും ആരായാലും ഉപ്പയെടുക്കുന്നവരായാലും താങ്ക് യു അമ്മ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വരും. അതുകൊണ്ട് അവർക്ക് അത് നല്ല സന്തോഷം. എവിടെ ചെന്നാലും ഇപ്പൊ നമ്മളെ ഒരു നല്ല ഇതായിട്ട് നോക്കുന്നുണ്ട് എല്ലാരും. അത് ഭയങ്കര സന്തോഷമായിരിക്കും. അതെല്ലാം മെഡിറ്റേഷനാണ്, 100% മെഡിറ്റേഷൻ. അതെ, മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം ഇത്രയും ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പൊ എല്ലാവരോടും ധ്യാനം ചെയ്യാൻ പറയും. എല്ലാവരും ധ്യാനം ചെയ്യണം. ചെയ്തിട്ടേ വരുമ്പോ നമുക്ക് എന്തെല്ലാം അതിൽ തരുമോ അത് കിട്ടും. കുടുംബമാവട്ടെ വെളിയിൽ, ആദ്യം നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ ആത്മാ നമ്മുടെ ശരീരത്തിനെ വിശ്വസിച്ചാണ് വന്നിരിക്കുന്നത്. ആ ആത്മാവിനെ സന്തോഷമായി നമ്മൾ വെക്കണം, ശരീരത്തിനെ സന്തോഷമായി വെക്കണം. നമ്മൾ ആദ്യം സന്തോഷമായി ഹാപ്പി ആയിരിക്കണം. മനസ്സും ദേഹവും എല്ലാം ശുദ്ധമായിട്ട് നമുക്ക് വെക്കാൻ മെഡിറ്റേഷൻ 100% നമുക്ക് സഹായിക്കും. താങ്ക് യു പ്രഭമ്മ, താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ഈ വാക്കുകൾ ഒഴുകിയെത്തി അവരിൽ മാറ്റം വരെയാണ്. ശ്രീമാജി, അതിന് കോടാണ് കൂടി നന്ദി സീമാജിക്കും സുഭാഷ് ഏട്ടനും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവ്യാത്മ സ്വരൂപരെ കിട്ടിയതിന് ഞാൻ കോടാണ് കൂടി നന്ദി. ഞങ്ങളാണ് ഭാഗ്യം ചെയ്തിട്ടുള്ളത്. പറഞ്ഞത് കേൾക്കാൻ ആള് വേണ്ടേ, അല്ലെ? അതിനെ ആചരിക്കാൻ ശക്തിയുള്ളവര് കിട്ടണ്ടേ? അപ്പോഴതാണ് നിങ്ങളെ പോലുള്ള ദിവ്യാത്മ സ്വരൂപരാണ് VMCയുടെ ബലം. അതേപോലെ നമുക്ക് എല്ലാമേ ബെനിഫിറ്റ്സ് കിട്ടും. ആചരിക്കണം, അവര് പറയുന്നത് അത് കേൾക്കണം, ഇതാണ് അങ്ങനെ നമ്മൾ അത് ഏറ്റെടുക്കണം, അക്സെപ്റ്റ് ചെയ്യണം. അതിനുള്ള മനസ്സ് നമ്മൾ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്താലേ അത് നമുക്ക് അറിയാം. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച് ചേച്ചിയാ.